പ്പെടുത്താൻ പോകുന്ന പുസ്തകം കെ.ആർ. സുനിൽ എന്ന ഡോക്യുമെൻ്ററി ഫോട്ടോഗ്രാഫർ എഴുതിയ 18 ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമായ വെളിച്ചപ്പാടും പോക്കറ്റടിക്കാരും എന്ന പുസ്തകമാണ്. കഴിഞ്ഞ ഏപ്രിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണ്. പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഓർമ്മക്കുറിപ്പാണ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഓർമ്മക്കുറിപ്പാണ്. കെ.ആർ. സുനിൽ എന്ന മനുഷ്യൻ ഒരു ഡോക്യുമെൻ്ററി ഫോട്ടോഗ്രാഫറാണ്. തീരദേശവും കാലാവസ്ഥ വ്യതിയാനവും ആധാരമാക്കി ധാരാളം ഫോട്ടോഗ്രാഫികൾ എടുക്കുകയും ഫോട്ടോഗ്രാഫി എക്സിബിഷൻ നടത്തുകയും ചെയ്തതിൽ ശ്രദ്ധേയനായ ഒരു മനുഷ്യൻ കൂടിയാണ് കെ.ആർ. സുനിൽ. അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും കണ്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന സിനിമ തുടരും, മോഹൻലാൽ ശോഭന അഭിനയിച്ച തുടരും എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് കൂടിയാണ് ഈ കെ.ആർ. സുനിൽ ലേഖകൻ. സാധാരണ മനുഷ്യരുടെ അസാധാരണമായ ജീവിതത്തെയാണ് തൻ്റെ കാഴ്ചകളിലൂടെ സുനിൽ ഒപ്പിയെടുത്തിരിക്കുന്നത്. സുനിൽ എങ്ങനെയാണ് മറ്റ് ഫോട്ടോഗ്രാഫർമാരിൽ നിന്നും ഇവിടെ വ്യത്യസ്തനാവുന്നതെന്ന് വെച്ചാൽ, ഓരോ മനുഷ്യനും കണ്ണുണ്ടായാൽ മാത്രം പോരാ, കാണണമെന്ന് നമ്മൾ പറയാറുണ്ട്. ഓരോ മനുഷ്യനും അല്ലെങ്കിൽ ഓരോ ഫോട്ടോഗ്രാഫറും തൻ്റെ വ്യൂ ഫൈൻഡറിലൂടെ കാണുന്ന കാഴ്ചകളെ തൻ്റെ ഹൃദയത്തോട് തീർച്ചയായും ചേർത്ത് വയ്ക്കാറുണ്ട്. ഫോട്ടോഗ്രാഫുകളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് തങ്ങൾ എടുക്കുന്ന ചിത്രങ്ങൾ മനോഹരമാകുന്നത്. പക്ഷേ കെ.ആർ. സുനിൽ ഒരു പടി കൂടെ മുന്നോട്ട് കടന്ന് താൻ എടുത്ത ചിത്രങ്ങൾ, അവയ്ക്ക് പിന്നിലുള്ള പശ്ചാത്തലങ്ങൾ, അവയ്ക്ക് പുറകിലെ മനുഷ്യരുടെ കഥകൾ, ജീവിതങ്ങൾ, സാഹചര്യങ്ങൾ, ഇവയെല്ലാം അന്വേഷിച്ചുകൊണ്ട് ഒരു യാത്ര നടത്തിയിരിക്കുകയാണ്. ആ യാത്രയുടെ പരിണിത ഫലമാണ് നമ്മൾ ഈ കാണുന്ന ഈ പുസ്തകം. ഈ പുസ്തകം ഞാൻ നാട്ടിൽ വെച്ച് വായിച്ചതാണ്, ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇതിൻ്റെ കവർ കാണിക്കാൻ പറ്റുന്നു. അതിമനോഹരമായൊരു കവറാണ്. ഫോട്ടോഗ്രാഫർ സുനിൽ തന്നെ എടുത്ത കവർ പിക്ചറാണ് നമുക്ക് ഇതിൻ്റെ മുന്നിൽ കാണാനാവുന്നത്. മനുഷ്യജീവിതങ്ങളുടെ ഫോട്ടോഗ്രാഫിക് ഓർമ്മകൾ എന്നാണ് ഈ പുസ്തകത്തെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ വ്യക്തിപരമായ വിശേഷണമാണ്. എന്തുകൊണ്ടെന്നാൽ ഓരോ മനുഷ്യജീവിതങ്ങൾക്ക് പുറകിലുമുള്ള ഒട്ടനവധി സംഭവങ്ങൾക്കും സംഭവ വികാസങ്ങൾക്കും ഉള്ളിലേക്ക് കടന്നിറങ്ങിച്ചെല്ലാൻ ഈ എഴുത്തുകാരന് കഴിഞ്ഞിട്ടുണ്ട്. പുസ്തകത്തിലേക്ക് കടക്കാം. പുസ്തകത്തിലേക്ക് ആദ്യത്തെ കഥ വരുന്നത് പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായം വരുന്നത് ജല്ലിക്കെട്ട് എന്ന പേരിലാണ്. ഈ ജല്ലിക്കെട്ട് എന്താണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. തമിഴ്നാട്ടിൽ മധുരയ്ക്കടുത്തുള്ള അലങ്കനല്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ പാഞ്ഞു വരുന്ന കാളക്കൂട്ടന്മാരെ കൈകൾ കൊണ്ട് പിടിച്ചു നിർത്തി കരുത്ത് തെളിയിക്കുന്ന ഒരു കലാരൂപമാണ് ജല്ലിക്കെട്ട്. ലേശം ക്രൂരമായ ഒരു കായിക വിനോദം കൂടിയാണ് ജല്ലിക്കെട്ട്. ഈ ജല്ലിക്കെട്ടിൻ്റെ ഫോട്ടോഗ്രാഫിക് സാധ്യതകൾ മനസ്സിലാക്കി ജല്ലിക്കെട്ട് സംബന്ധിച്ച് ചിത്രങ്ങൾ എടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മധുരയിലേക്ക് യാത്ര പുറപ്പെടുകയാണ് ലേഖകൻ ഇതിൻ്റെ ആദ്യ അധ്യായത്തിൽ. ഇദ്ദേഹത്തിന് ഏറെ ഇൻസ്പയർ ആയത്, പ്രചോദനമായിരിക്കുന്നത് നമ്മളെല്ലാവരും കേട്ട് കാണും. അല്പവർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു പോയ ഉത്രാളിക്കാവ് പൂരത്തിനിടയിൽ റെയിൽവേ ട്രാക്കിൽ വെച്ച് ട്രെയിൻ തട്ടി മരണപ്പെട്ടു പോയ ഫോട്ടോഗ്രാഫർ കെ.ജെ. വിൻസെൻ്റ് നമ്മൾ പലരും കേട്ട് കാണും. വളരെ പ്രമുഖനായൊരു ഫോട്ടോഗ്രാഫറായിരുന്നു. അദ്ദേഹം എടുത്തൊരു ചിത്രമുണ്ടായിരുന്നു, ജല്ലിക്കെട്ടിനെ സംബന്ധിച്ച് അദ്ദേഹം എടുത്തൊരു ചിത്രമുണ്ടായിരുന്നു. അത് ഇദ്ദേഹം ആകസ്മികമായി കാണാൻ ഇടയാവുകയും ആ ചിത്രം ഇപ്രകാരമായിരുന്നു. പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. പാഞ്ഞു വരുന്ന കാളയുടെ കൊമ്പ് ഈ കാളയെ പിടിച്ചു കെട്ടാൻ ശ്രമിക്കുന്ന യുവാവിൻ്റെ കൈത്തണ്ടയിലൂടെ തുളഞ്ഞു കയറി കൊമ്പിൻ്റെ മറുഭാഗം മുകളിലേക്ക് കയറി വന്നിരിക്കുകയാണ്. ഈ കാളയെ പിടിച്ചു കെട്ടാൻ ശ്രമിക്കുന്ന ഈ കായികാഭ്യാസി ഈ ഒരു അപകടം തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ ഇദ്ദേഹം ഇത് ക്യാമറയിൽ പകർത്തിയിരുന്നു, ഈ വിൻസെൻ്റ് എന്ന് പറയുന്ന ഛായാഗ്രാഹകൻ. അങ്ങനെ ഈ വിൻസെൻറ്റിനെ പരിചയപ്പെടണം, തുടർന്ന് ജല്ലിക്കെട്ട് നേരിട്ട് കാണണം, ജല്ലിക്കെട്ട് ചിത്രങ്ങൾ എടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഇദ്ദേഹവും മറ്റൊരു ഫോട്ടോഗ്രാഫറും കൂടെ മധുരയിലേക്ക് പോകുന്ന ഒരു യാത്രാ വിവരണമാണ് ആദ്യം പറയുന്നത്. തുടർന്ന് അവർക്ക് അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, മധുരയിലെ മനുഷ്യരുമായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ജല്ലിക്കെട്ട് കാഴ്ചകൾ എല്ലാം അതിമനോഹരമായ ഒരു വിഷ്വൽ ട്രീറ്റ് പോലെ നമുക്ക് ഈ ഓർമ്മക്കുറിപ്പിൽ നമുക്ക് വായിച്ചു പോകാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ തീരദേശ സംബന്ധമായ ഫോട്ടോഗ്രാഫിയിലാണ് ഇദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലും പൊന്നാനി, മട്ടാഞ്ചേരി, കൊച്ചി ഭാഗങ്ങളൊക്കെയുള്ള തുറമുഖ പ്രദേശങ്ങളാണ് നമുക്ക് ഈ ഓർമ്മക്കുറിപ്പുകൾ കൂടുതലായിട്ട് നമുക്ക് വായിക്കാനാവുക. മഞ്ചെന്ന് വെച്ചാൽ നമുക്ക് പലർക്കും അറിയുന്നില്ല. മഞ്ചെന്ന് വെച്ചാൽ ഉരു തന്നെയാണ്. പത്തേമാരി ഉരു എന്നൊക്കെ പറയുന്ന സാധനം തന്നെയാണ് മഞ്ചെന്ന് പറയുന്ന പ്രാദേശിക ഭാഷയിൽ പറയുന്നത്. അപ്പോൾ പൊന്നാനിയിലെ ഒരു തീരദേശത്ത് ഇദ്ദേഹം പോവുകയും അവിടെ കടൽപ്പുറത്ത് ഒരു മനുഷ്യനിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയും ഏതോ ഒരു പഴയ ഗാനം പാടിക്കൊണ്ടിരിക്കുന്ന വൃദ്ധൻ, പ്രോബബ്ലി ഈ മനുഷ്യനായിരിക്കണം അത്. അതിനെക്കുറിച്ച് പുസ്തകത്തിൽ പറയുന്നില്ല, പക്ഷേ എങ്കിലും ഞാൻ കരുതുന്നു ഈ മുഖചിത്രത്തിലുള്ള മനുഷ്യൻ തന്നെ ആയിരിക്കണം അത്. പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പാട്ട് കേട്ട് ഈ മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് ഇദ്ദേഹം ചോദിക്കുക. അപ്പോൾ ഇദ്ദേഹം ഒരു ഉരുവിൽ പണിയെടുത്തൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഉരുവിലെ ജീവിതത്തെക്കുറിച്ച് ചോദിക്കുകയും
പിന്നെ ഉരുവിൽ എങ്ങനെയായിരുന്നു യാത്ര ചെയ്തിരുന്നത്, കച്ചവടം ചെയ്തിരുന്നതൊക്കെ ചോദിക്കുമ്പോൾ 1960-കളിൽ കേരളം കണ്ട വലിയൊരു ദുരന്തം ഉണ്ടാവുകയും അതിൽ കുറേ പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ആ മനുഷ്യൻ ഇദ്ദേഹത്തോട് വിവരിക്കുന്നുണ്ട്. ആ ഭാഗമൊക്കെ വളരെയധികം വൈകാരികമായി തന്നെ പുസ്തകം പറഞ്ഞു പോകുന്നുണ്ട്. മറ്റൊന്ന് നമ്മളിവിടെ കാണാനാവുന്നത്, ഉരുവിൽ പോയിരുന്ന ഒരു പണിക്കാരൻ, പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്തൊരു പണിക്കാരൻ ഉരുവിലെ ജീവിതാനുഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ തിളയ്ക്കുന്ന ചെമ്പാണ് കടൽ എന്നൊരു വാചകം അദ്ദേഹത്തോട് പറഞ്ഞതായി അദ്ദേഹം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്തൊരു മനുഷ്യൻ തിളയ്ക്കുന്നൊരു ചെമ്പാണ് കടൽ എന്ന് പറയുകയും മറ്റൊരു മനുഷ്യൻ പറയുന്നു കടലിലെ ജയിലാണ് ഉരു. ഇവരൊന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേരാത്ത വേറെ ഉരുവിലെ പണിക്കാർ മാത്രമായിരുന്നു. ഇവർക്കൊക്കെ ഇത്രയും ഹൃദയസ്പർശിയായി വാചകങ്ങൾ പറഞ്ഞു വരാൻ കഴിഞ്ഞുവെങ്കിൽ അവരവിടെ അനുഭവിച്ച തീക്ഷ്ണത, ഉരുവിൽ അനുഭവിച്ച തീക്ഷ്ണത അത്രത്തോളം വലുതാണ്. ഒരു പൊന്നാനിയിൽ നിന്ന് പുറപ്പെട്ടാൽ ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ തിരിച്ച് പൊന്നാനിയിലേക്ക് മടങ്ങി വരിക. ഇതിനിടെ ഉരുവിൽ പലതും സംഭവിച്ചിരിക്കും. പ്രത്യേകിച്ച് പ്രായപൂർത്തിയാവാത്ത അല്ലെങ്കിൽ ചെറുപ്രായമുള്ള പണിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് മറ്റ് തൊഴിലാളികളിൽ നിന്നും നേരിടേണ്ടി വരുന്ന ലൈംഗിക പീഡനങ്ങൾ വരെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അതുപോലെ ആദ്യമായി റിക്രൂട്ട് ചെയ്യപ്പെടുന്നവർ കൂടുതലും ഉരുവിൻ്റെ ലോവർ ഡെക്കിലായിരിക്കും, താഴത്തെ നിലയിലായിരിക്കും അവർ ജോലി കൊടുത്തിട്ടുണ്ടാവുക. അവർക്ക് അവിടെ പ്രധാനമായിട്ട് ഇവർക്ക് ഭക്ഷണം പാചകം ചെയ്യേണ്ട പണിയായിരിക്കും. അപ്പോൾ ഉരു നമുക്കറിയാം ഒരു ക്ലോസ്ഡ് സാധനമാണ്. ഇതിനകത്തുനിന്ന് പുക, എക്സോസ്റ്റ് ഇല്ല, വെന്റില്ല. ഈ തീയിനകത്തും പുകയ്ക്കകത്തും ഇരുന്നാണ് ഈ ഓരോ പാചകക്കാരനും ഇതിനകത്ത് കഷ്ടപ്പെട്ട് ഇവർക്ക് വേണ്ടി മറ്റുള്ളവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി സഫോക്കേറ്റ് ചെയ്ത് പുകയും കാർബണും ശ്വസിച്ച് ചുമച്ച് ആസ്മ പോലുള്ള അസുഖങ്ങൾ വന്ന്, ന്യൂമോണിയ വന്ന്, അങ്ങനെയൊക്കെ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ജോലി ചെയ്ത പലരുമാണ് ഇദ്ദേഹം പിന്നീട് ഈ പുസ്തകത്തിൻ്റെ ലേഖനവുമായി ബന്ധപ്പെട്ട് കാണാൻ പോവുകയും അവരിൽ ചില തൊഴിലാളികൾ പറഞ്ഞ വാക്കുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തിളയ്ക്കുന്ന ചെമ്പാണ് കടൽ, കടലിലെ ജയിലാണ് ഉരു എന്നുള്ള വാചകങ്ങളൊക്കെ അവരവിടെ പറഞ്ഞു പോയിരിക്കുന്നത്. മറ്റൊരു അധ്യായം പറയുന്നത് നമ്മൾ കേരളക്കാർക്ക് അധികം പരിചിതമല്ലാത്ത, എന്നാൽ കൊച്ചിക്കാർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, ഇവിടെ കൊച്ചിക്കാർക്ക് കൂടുതൽ പരിചിതമായിട്ടുള്ള ചവിട്ട് നാടകത്തെക്കുറിച്ചാണ്. ചവിട്ട് നാടകം എന്നത് ഒരു പോർച്ചുഗീസ് കലാരൂപമാണ്. പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വന്ന് കൊച്ചിയിൽ അവരുടെ കച്ചവട ആവശ്യങ്ങളായി അവിടെ ജീവിച്ച് ലോക്കൽ മനുഷ്യരുമൊക്കെയായിട്ട് ഇടപഴകി നടന്ന സമയത്ത് അവരിലേക്ക് കൊണ്ടുവന്നൊരു കലാരൂപമാണ് ചവിട്ട് നാടകം. അതിൽ മതപരിവർത്തനവുമായിട്ട് ചില കാര്യങ്ങൾ കൂടെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെന്ന് ഈ പുസ്തകം പറയുന്നുണ്ട്. അങ്ങനെ ഈ ചവിട്ട് നാടകത്തിൽ പങ്കെടുത്തിരുന്ന പഴയ കലാകാരന്മാർ അവരുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥ എന്താണെന്ന് ഒരു എത്തുനോട്ടം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ പുസ്തകത്തിൽ വളരെ മനോഹരമായ അധ്യായമാണ്. ജീവിതം ചവിട്ടി നാടകമേറിയവർ എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. മറ്റൊന്ന് തന്നെ കൊച്ചിയിൽ തന്നെ ഉള്ള മറ്റൊരു കഥയാണ് മട്ടാഞ്ചേരിയിലുള്ള സാറ എന്ന് പറയുന്ന ഒരു ജൂത മുത്തശ്ശി. നമുക്കറിയാം മട്ടാഞ്ചേരിയിൽ യഹൂദ സെറ്റിൽമെൻറ്റുകളുണ്ട്. നോമിനലായിട്ട് വളരെ കുറച്ച് മാത്രം ജൂതമതവിശ്വാസികൾ ഇപ്പോഴും കൊച്ചിയിൽ താമസിക്കുന്നുണ്ട്. അവർ തിരികെ ഇസ്രായേലിലേക്ക് മടങ്ങാതെ കൊച്ചിയിൽ തന്നെ കച്ചവടങ്ങളും മറ്റാവശ്യങ്ങളുമായി ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ ആകസ്മികമായി യാദൃശ്ചികമായി ഇദ്ദേഹം അത്തരത്തിലൊരു ജൂത മുത്തശ്ശി, സാറ എന്നാണ് മുത്തശ്ശിയുടെ പേര്, 80കൾ കഴിഞ്ഞ ഒരു മുത്തശ്ശിയാണ്. അവരെ കാണാൻ ഇടയാവുകയും അവരുമായി സംസാരിക്കാൻ ഇടയാവുകയും മറ്റൊരു ജൂത സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തുന്ന ഇടപെടലുകളെല്ലാം പകർത്താനാവുകയും താഹ എന്ന് പറയുന്ന ഒരു ലോക്കൽ മലയാളി, അവിടെ മട്ടാഞ്ചേരി തന്നെയുള്ളൊരു മലയാളി ആയിട്ടുള്ള ഇവരുടെ ഈ സൗഹൃദം, അതിനെയാണ് അദ്ദേഹം കൂടുതൽ വിവരിച്ച് കണ്ടത് ഈ അധ്യായത്തിൽ. ഈ താഹ എന്ന് പറയുന്ന അവിടുത്തെ കൊച്ചിക്കാരനും ഈ ജൂത സ്ത്രീ ആയിട്ടുള്ള സാറയും തമ്മിലുള്ള ഭയങ്കര അങ്ങേയറ്റമുള്ള ഒരു സൗഹൃദം, സംസ്കാരങ്ങൾക്കും ദേശങ്ങൾക്കും മതങ്ങൾക്കും അപ്പുറമുള്ള ആ ഒരു സൗഹൃദം, ഭാഷയ്ക്കും അതീതമായ ഒരു സൗഹൃദം, അതിനെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു ചാപ്റ്റർ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നൊന്ന് പറഞ്ഞു പോകുന്നത് ഒരേ ഒരു ബിന്ദു എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറായ യുവതിയെക്കുറിച്ചാണ്. ഫോട്ടോഗ്രാഫിയിൽ ഒരുപാട് യുവതികൾ ഇന്ന് കാലത്ത് കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ യുവതിക്കൊരു പ്രത്യേകതയുണ്ട്. ഇവരൊരു പോലീസ് ഫോട്ടോഗ്രാഫറാണ്. പോലീസ് സ്റ്റേഷനുകളിൽ വരുന്ന കേസുകൾ, അതായത് കൊലപാതകങ്ങൾ, അപകട മരണങ്ങൾ, മറ്റ് ആത്മഹത്യകൾ പോലെയുള്ള പല മരണങ്ങളും മൃതദേഹങ്ങളും എല്ലാം ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. ഇവരൊരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ്, ഒരു സ്റ്റുഡിയോയിൽ ജോലി ചെയ്തൊരു സ്ത്രീയാണ്. അപ്പോൾ ഏതൊരു സാധാരണ മനുഷ്യൻ കണ്ടാൽ ഭയന്നു പോകുന്ന, കണ്ടാൽ അറച്ചു പോകുന്ന, പകച്ചു പോകുന്ന പല ബീഭത്സമായ ദൃശ്യങ്ങളും ഇവർ ഫോട്ടോ എടുത്തിട്ട്
പോലീസിന് കൈമാറുകയും പത്രങ്ങൾക്ക് കൈമാറുകയും ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് വളരെ നമുക്ക് വായിക്കുമ്പോൾ ഒരു അതിഭീകരത തോന്നുന്ന ഒരു അധ്യായമാണ് കേട്ടോ. ഓരോ ചെതറിത്തെറിച്ച് ട്രെയിൻ ഇടിച്ച് ചെതറിത്തെറിച്ച് കിടക്കുന്ന മൃതദേഹം, ആത്മഹത്യ ചെയ്യുന്നവർ, ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചവർ, അങ്ങനെയുള്ള ഒരുപാട് മൃതദേഹം, മനുഷ്യ ശരീരത്തിന്റെ പല ബീഭത്സ രൂപങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫർ എടുക്കാൻ വേണ്ടി മാനസികമായി ബിന്ദു എങ്ങനെ തയ്യാറായി എന്നതിനെ കുറിച്ച് കൂടെ ഒരു കാര്യം പറയുന്നുണ്ട്. അത് ഞാൻ തൽക്കാലം ഇവിടെ പറയുന്നില്ല. പറ്റുന്നവരെല്ലാവരും പരമാവധി പുസ്തകങ്ങൾ വായിക്കണം എന്നാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. കാരണം ഇതൊരു സാധാരണ ഒരു പുസ്തകം, നേരത്തെ പറഞ്ഞതുപോലെ ഒരു എത്തിനോട്ടം മാത്രമല്ല, മാനവികത, ഇതര മനുഷ്യമൂല്യങ്ങൾ മുതലായ കാര്യങ്ങൾ ഇതിൽ ഈ എഴുത്തുകാരൻ മുറുകെ പിടിച്ചിട്ടുണ്ട്. ഈ എഴുത്തുകാരൻ്റെ മനുഷ്യസ്നേഹവും വിവേകവും ആത്മാർത്ഥതയും എല്ലാം നമുക്കിവിടെ വായിച്ചെടുക്കാൻ കഴിയും. അത്തരത്തിൽ അതിന് ഉദാഹരണം പറയുന്നൊരു കഥയാണ് സ്വന്തം പീമാമ എന്ന് പറയുന്ന ഒരു ഓർമ്മക്കുറിപ്പ് ഇദ്ദേഹത്തിൻ്റെ. ഈ പീമ എന്ന് പറയുന്നത് ഒരു നേപ്പാളി വൃദ്ധയാണ്. വളരെ ചെറുപ്രായത്തിൽ നേപ്പാളിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് കേരളത്തിലേക്ക് ഇവരുടെ ഭർത്താവ് ഇവരെ കൂട്ടിക്കൊണ്ടുവരികയും ഇവർ കേരളത്തിൽ ജീവിക്കുകയും ചെയ്ത് ഭർത്താവ് മരിച്ചുപോയി. തുടർന്ന് അങ്ങോട്ട് ഇനി എന്തെന്നറിയാതെ, ഇവർക്ക് അധികം ഭാഷയും അറിയാതെ ഒറ്റപ്പെട്ട് മട്ടാഞ്ചേരിയിലുള്ള ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വീടിൻ്റെ ഒരു ചുമരിന് കീഴിൽ 5 or 6 പൂച്ചക്കുട്ടികളുമായിട്ട് ജീവിക്കുകയാണ് ഈ പീമ എന്ന് പറയുന്ന നേപ്പാളി വൃദ്ധ. അവർക്ക് ഭാഷ അറിയില്ല, മനുഷ്യരായിട്ട് ഇടപഴകാനും അറിയില്ല. ചോർന്നൊലിക്കുന്ന കൂരയ്ക്ക് താഴെ പുതച്ചിരിക്കുകയാണ് ഈ സ്ത്രീ. ഈ ഫോട്ടോഗ്രാഫർ ഇവരെ കാണുമ്പോൾ ഇവരെ കാണാനിടയായ ഒരു വ്യക്തി ഇവരെക്കുറിച്ച് സൂചന കൊടുക്കുകയുണ്ടായി. അങ്ങനെ ആ സൂചന സ്വീകരിച്ച് ഇദ്ദേഹം ഇവിടെ ചെന്നെത്തി. തിരിച്ച് ഇവരുടെ ജന്മനാടായ നേപ്പാളിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള കടമ ഈ KR സുനിലും ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കൂടെ ചെയ്തു എന്ന് പറയുമ്പോൾ വെറുമൊരു ഫോട്ടോഗ്രാഫി മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. നേരത്തെ പറഞ്ഞതുപോലെ മാനവികതയും മനുഷ്യസ്നേഹവും ഒരുപാടുള്ളൊരു മനുഷ്യനാണെന്ന് നമുക്ക് ഈ ഒരു കുറിപ്പ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പുസ്തകത്തിൻ്റെ തലക്കെട്ട് പറയുന്നത് പോലെ വെളിച്ചപ്പാടും പോക്കറ്റടിക്കാരും. ഇതിലൊരു വെളിച്ചപ്പാടിനെ കുറിച്ച് പറയുന്നുണ്ട്. യാദൃശ്ചികമായി കൊടുങ്ങല്ലൂർ ഭരണിക്ക് ഇദ്ദേഹം ചെല്ലുകയും ഒരു വെളിച്ചപ്പാടിൻ്റെ ഫോട്ടോ എടുക്കുകയും ആ വെളിച്ചപ്പാടിൻ്റെ മുഖത്തിൻ്റെ ശോഭ കൊണ്ട്, അല്ലെങ്കിൽ ആ ഫോട്ടോഗ്രാഫിൻ്റെ മികവ് കൊണ്ട് ഒരുപാടധികം മാസികകളും ദിനപത്രങ്ങളും എല്ലാം ഈ ഫോട്ടോ പ്രസിദ്ധീകരിച്ച് വരികയും ചെയ്തു. ഇത് ഈ വെളിച്ചപ്പാട് പിന്നീട് കാണാനിടയെ കൊടുങ്ങല്ലൂരാണ് നടക്കുന്നത്. ഇദ്ദേഹം ഒരു കൊടുങ്ങല്ലൂർക്കാരനാണ്. ഇദ്ദേഹം ഒരു തീരദേശവാസിയാണ്. കൊടുങ്ങല്ലൂരുള്ള കടലോര പ്രദേശത്ത് താമസിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ ഭരണി നമുക്കറിയാം, കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒക്കെ നാനാഭാഗത്ത് നിന്ന് കോമരങ്ങൾ വന്ന് സമ്മേളിക്കുന്ന ഇടമാണ് കൊടുങ്ങല്ലൂർ അമ്പലം. അങ്ങനെ ഇവിടെ പോയി ഈ ഒരു വെളിച്ചപ്പാടിൻ്റെ ഫോട്ടോ എടുത്തു. അപ്പോൾ എന്തുകൊണ്ടോ ഇദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ പ്രത്യേകത ഉണ്ടോ, ഫോട്ടോഗ്രാഫിയുടെ പ്രത്യേകത കൊണ്ടോ ഈ ഫോട്ടോ ശ്രദ്ധിക്കപ്പെടുകയും ഒരുപാട് മാസികകളും മാധ്യമങ്ങളും എല്ലാം ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്ത് ഈ വെളിച്ചപ്പാട് ഒടുവിൽ ഇത് കാണാനിടയായി. ഈ വെളിച്ചപ്പാട് ഇത് കണ്ടതിന് ശേഷം ഇദ്ദേഹത്തിന് ഈ സുനിലിനെ കാണണം എന്ന് പറഞ്ഞിട്ടുള്ള അതിയായ മോഹം ഉള്ളിൽ ഉടലെടുക്കുകയും അത് ഇദ്ദേഹം അറിയാനിടയാവുകയും ചെയ്തു. അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം തമ്മിൽ കാണാൻ ആഗ്രഹിക്കുകയും ഇദ്ദേഹത്തെ വീണ്ടും കണ്ട് വീണ്ടും ഫോട്ടോ എടുക്കണമെന്ന് ഈ ഫോട്ടോഗ്രാഫർ ആഗ്രഹിക്കുകയും എന്നാൽ തൻ്റെ ഫോട്ടോ ഒരിക്കലെടുത്ത ഈ ഫോട്ടോഗ്രാഫറെ കാണണമെന്ന് വെളിച്ചപ്പാട് ആഗ്രഹിക്കുകയും അങ്ങനെ പരസ്പരം ഇവർ പല അവസരങ്ങളിൽ തമ്മിൽ കാണാൻ ശ്രമിക്കുകയും പിന്നീട് നേരിൽ കാണാൻ പോകാതെ പറ്റുകയും അവസാനം ഒരു ലോഡ്ജ് മുറിയിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിൽ ഇവർ കണ്ടുമുട്ടുകയും ചെയ്യുന്ന ഒരു മനോഹരമായൊരു ഫീൽ ഗുഡ് ഓർമ്മക്കുറിപ്പ് കൂടിയാണ് ഈ വെളിച്ചപ്പാടിൻ്റെ പേര്. തിളങ്ങുന്ന മുഖമുള്ള വെളിച്ചപ്പാട് എന്നാണ് ആ അധ്യായത്തിൻ്റെ പേര്. പുസ്തകത്തിൻ്റെ രണ്ടാമത് പറയുന്ന വെളിച്ചപ്പാടും പോക്കറ്റടിക്കാരും. ഈ പോക്കറ്റടിക്കാരെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പശ്ചാത്തലമായ പൊന്നാനിയിലെ ഒരു കാലത്ത് നിലനിന്നിരുന്ന ഒരുപാട് പോക്കറ്റടിക്കാരെ കുറിച്ചാണ്. പൊന്നാനി ഒരു തീരദേശമാണ്, ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ്, തിരക്കേറിയ പ്രദേശമാണ്. ഇവിടെയെല്ലാം ആഴ്ചകളിൽ ചന്തകളും മറ്റുമൊക്കെ ഉണ്ടാവാറുണ്ട്. പണ്ട് കാലങ്ങളിൽ 80കളിലും 80കൾക്ക് മുൻപും ഒക്കെ ഒരുപാട് മനുഷ്യർ ഒത്തുചേരുന്നൊരു സമയമായിരുന്നു ആ സമയത്ത്, 70കളിലൊക്കെ. ആ സമയത്ത് അവിടെ ഒരുപാട് പോക്കറ്റടിക്കാർ, പ്രൊഫഷണലായി പിക്ക് പോക്കറ്റിംഗ് നടത്തിയിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. അവരെ ചെന്ന് കാണുകയും ഈ പോക്കറ്റടിക്കാരെ ചെന്ന് പല റിട്ടയറായ പല പോക്കറ്റടിക്കാരെ ചെന്ന് കാണുകയും അവരുടെ ജീവിതാനുഭവങ്ങളും എല്ലാം കേൾക്കുകയും നമ്മളെ അറിയിക്കുകയും ഇദ്ദേഹം ഈ അധ്യായത്തിൽ ചെയ്യുന്നുണ്ട്. ഇതിൽ പറയുന്നുണ്ട്, പഴയൊരു പോലീസ് SI പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പോക്കറ്റടിക്കാരുമായിട്ട് അവിഹിത ബന്ധമുണ്ടായിരുന്നു. കാരണം അവർ പോക്കറ്റടിച്ചു കൊണ്ട് തരുന്നതിലെ ഒരു വിഹിതം ഞങ്ങൾക്ക് തരും. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യും, അവരെ കേസിൽ നിന്ന് മുക്തമാക്കി കൊടുക്കുകയും പീഡനങ്ങളും മർദ്ദനങ്ങളും ഇല്ലാതെ ജയിൽ വിമുക്തമാക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. അതിന് പ്രത്യേകപരമായി അവർ വീണ്ടും പോക്കറ്റടിക്കും, വീണ്ടും ഞങ്ങൾക്ക് ഒരു ഓഹരി കൊണ്ട് തരും. അങ്ങനെ പോക്കറ്റടിക്കാരെ മാത്രം ജാമ്യത്തിലെടുക്കുന്ന വക്കീലന്മാരുണ്ടായിരുന്നു പൊന്നാനിയിൽ ഒരു കാലത്ത്. പൊന്നാനിക്കാരുണ്ടോ അവിടെ? നമസ്കാരം, പൊന്നാനിയല്ലേ? കേട്ടിട്ടുണ്ടോ അവരെ കുറിച്ച്?
ഓക്കെ, വായിക്കണുണ്ടോ ഉറപ്പായും? അപ്പോൾ പൊന്നാനിയെക്കുറിച്ച് ഒരുപാട് അധ്യായങ്ങൾ പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ. അപ്പോൾ അങ്ങനെ പറയുന്നു. പിന്നെ ഒരു കണ്ടക്ടർ അപ്പുണ്ണി എന്ന് പറയുന്ന വ്യക്തി ബസ് കണ്ടക്ടറായിരുന്നു. ഇദ്ദേഹത്തിന് പൊന്നാനിയിൽ ആ സമയത്ത് നിലവിലുണ്ടായിരുന്ന 100ഓളം പോക്കറ്റടിക്കാരെ കുറിച്ച്, 100ഓളം പ്രമുഖ പോക്കറ്റടിക്കാരിലെ 30 പേരെ നേരിട്ട് അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ ബസ്സിലെ കണ്ടക്ടർ അപ്പുണ്ണി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ബസ്സിലെ യാത്രയിൽ യാത്രക്കാർക്കുണ്ടായിരുന്ന ഓരോ പോക്കറ്റടി സംബന്ധമായ അനുഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അത് ഇദ്ദേഹം ഇവിടെ പകർത്തി എഴുതിയിട്ടുമുണ്ട്. വായിക്കേണ്ട ഒരു അധ്യായം തന്നെയാണ്. പിന്നീട് കാലങ്ങൾ മാറി, ദാരിദ്ര്യം മാറി, ഒരുപാട് പേര് ഗൾഫിലേക്ക് വരികയുണ്ടായി, വിദ്യാഭ്യാസ നില മെച്ചപ്പെട്ടു. അപ്പോൾ നിലവിലിപ്പോൾ ആരും അത്തരമൊരു തൊഴിൽ സ്വീകരിക്കുന്നില്ല. അന്ന് പരസ്യമായിരുന്നു പോക്കറ്റടി. പൊന്നാനിയിലെ പോക്കറ്റടിക്കാരന് പൊന്നാനിയിലേക്കാണ് പോകണമെങ്കിൽ നീ പോക്കറ്റൊന്ന് സൂക്ഷിച്ചോന്നൊരു ചൊല്ല് വരെ പണ്ടായ നാട്ടിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു പാലക്കാടുകാരനാണ്, പൊന്നാനിയിലേക്ക് വലിയ ദൂരമൊന്നുമില്ല. പക്ഷെ പൊന്നാനിയെക്കുറിച്ച് ഇത്രയധികം ചരിത്രങ്ങൾ കേൾക്കുന്നതും അറിയാൻ സാധിച്ചതുമൊക്കെ ഈ ഒരു പുസ്തകത്തിലൂടെയാണ് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് കാരുണ്യം എന്ന മരുന്ന് എന്ന് പറയുന്ന ഒരു അധ്യായം ഇതിൽ പറഞ്ഞു വരുന്നുണ്ട്. അതായത് പൊന്നാനിയിൽ തന്നെയുള്ള ഒരു അബൂബക്കർ എന്ന് പറഞ്ഞൊരു വ്യക്തിയെക്കുറിച്ച് കേട്ട് കാണുമായിരിക്കും പലരും. രോഗികൾക്ക് സൗജന്യമായി മരുന്ന് വിതരണം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. നിർധനരായ രോഗികൾക്ക് ഡോക്ടർമാർ എഴുതി കൊടുക്കുന്ന കുറിപ്പടി പ്രകാരം സൗജന്യമായി മരുന്ന് വിതരണം ചെയ്യുന്ന ഒരു അബൂബക്കറിനെ കുറിച്ചാണ് ഈ ഒരു അധ്യായം പറഞ്ഞു പോകുന്നത്. അദ്ദേഹം മരണം വരെയും ഏത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നാണെങ്കിലും ഇദ്ദേഹം സ്റ്റോക്ക് വരുത്തി ആവശ്യപ്പെടുന്ന രോഗികൾക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. പുസ്തകത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ ആഴത്തിൽ പോകാത്തത് നിങ്ങളെല്ലാവരും വായിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. പുസ്തകം കൂടുതൽ വായിച്ചാൽ തീർച്ചയായും ഹൃദയസ്പർശിയായ ഒരു വായനാനുഭവമായിരിക്കും എന്നതിൽ യാതൊരു തർക്കവും ഉണ്ടാവില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമുക്ക് ചുറ്റും ധാരാളം ഫോട്ടോഗ്രാഫർമാരുണ്ട്, ധാരാളം എഴുത്തുകാരുണ്ട്, ധാരാളം കഥാകാരുണ്ട്, തിരക്കഥാകൃത്തുക്കളുണ്ട്. എല്ലാവരും നമുക്കുണ്ട്. നമുക്കെല്ലാവരും സമൂഹത്തിന് ആവശ്യമാണ്. എങ്കിലും KR സുനിലിനെ പോലെ ഇത്തരത്തിൽ മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് മനുഷ്യരുടെ കഥകൾ കണ്ടെത്തി അവ നമ്മിലേക്ക് എത്തിച്ചു തരുന്ന നല്ല മനുഷ്യർ ഇനിയും അധികരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന് എല്ലാ വിജയാശംസകളും അർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും വായിക്കണം ഈ പുസ്തകം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം വിടവാങ്ങുന്നു. താങ്ക് യു സോ മച്ച്.